ഞാൻ ഡോക്ടർ അനീസ്, കാർഡിയാക് ഇലക്ട്രോഫിസിയോളജിസ്റ്റാണ്. കിംസ് കാർഡിയോളജി വിഭാഗത്തിൽ ഹാർട്ടിൻ്റെ ഇടുപ്പിൻ്റെ സംബന്ധമായ രോഗങ്ങളെയും ഹാർട്ട് ഫെയിലിയർ സംബന്ധമായ രോഗങ്ങളെയും ചികിത്സിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം അതെങ്ങനെ സംഭവിക്കാം, അത് തടയാൻ പറ്റുമോ, അതിനെക്കുറിച്ചാണ്. സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ അത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പെട്ടെന്ന് ഹാർട്ടിൻ്റെ പമ്പിങ് നിലച്ചു പോവുകയും അത് കാരണം തലച്ചോറിലോട്ട് രക്തോട്ടം കിട്ടാതെ വരികയും ചെയ്യുമ്പോഴാണ്. യൂഷ്വലി ഇതുണ്ടാവുന്നത് ഹാർട്ടിൽ വളരെ അബ്നോർമലായിട്ടുള്ള ക്രമം തെറ്റിയുള്ള ഇടിപ്പ് ഹാർട്ടിൻ്റെ താഴത്തെ അറകളുടെ പമ്പിങ്ങിനെ ബാധിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. 4 തരം പേഷ്യൻസ് ആണ് നമ്മൾ ഫോളോ അപ്പിൽ നമ്മൾ പല കാറ്റഗറിയായിട്ട് നമുക്ക് ഇതിനെ സമീപിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ജനറൽ പോപ്പുലേഷനിൽ സഡൻ ഡെത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന സഡൻ ഡെത്താണ്. ഈ ഹാർട്ട് അറ്റാക്ക് സഡൻ ഡെത്ത് ഇനീഷ്യൽ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹാർട്ട് അറ്റാക്കിൽ തന്നെ സഡൻ ഡെത്ത് ഉണ്ടാകാം. ചിലർക്ക് ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് സർവൈവ് ചെയ്ത് പിന്നീട് ഒരു അവസരത്തിൽ സഡൻ ഡെത്തായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സഡൻ ഡെത്തിനെ ഇങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് സഡൻ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനും ജനറൽ പോപ്പുലേഷനിൽ സഡൻ ഡെത്തിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പലപ്പോഴും ചില ചെറുപ്പക്കാർ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ എക്സസൈസിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുക, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും ഏറിയ പങ്കും ഇതുപോലുള്ള ഹാർട്ട് അറ്റാക്ക്, അതായത് രക്തധമനികളിൽ ബ്ലോക്ക് വന്ന് ഹാർട്ടിൻ്റെ പേശികൾക്ക് ഡാമേജ് വന്ന് പെട്ടെന്നുണ്ടാകുന്ന അസുഖം കാരണം മരണം സംഭവിക്കുന്നതാണ്. ഇതിൽ തന്നെ ജനറൽ പോപ്പുലേഷനിൽ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഉദാഹരണത്തിന് 35 വയസ്സിന് താഴെ, 35 വയസ്സിന് മുകളിൽ. 35 വയസ്സിനും താഴെയുള്ള വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് അല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും സഡൻ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു രോഗിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ തലകറക്കം ഉണ്ടാവുകയോ ബോധക്കേട് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് രക്തക്കുഴലിൻ്റെ ബ്ലോക്കിൻ്റെ പരിശോധന കൂടാതെ മറ്റനേകം രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. അതേസമയം 35 വയസ്സിന് ശേഷം കൂടുതൽ ആൾക്കാർക്കും രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതും സഡൻ ഡെത്ത് സംഭവിക്കുന്നതും. അപ്പോൾ അങ്ങനെയാണ് ഒരു വിഭാഗം പേഷ്യൻസ്. രണ്ടാമതൊരു വിഭാഗം പേഷ്യൻസ് സഡൻ ഡെത്ത് റിസ്ക് ഉള്ള രോഗികളെ നമ്മൾ നേരത്തെ കണ്ട് മനസ്സിലാക്കി സഡൻ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചികിത്സാ രീതികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഈ ഗ്രൂപ്പ്സ് ഓഫ് പേഷ്യൻസിൽ ഒന്ന് ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ഡാമേജ് വന്നതിന് ശേഷം, ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ ശക്തി കുറയുകയും, ഹാർട്ട് ഒരു മസിലാണല്ലോ, അതിൻ്റെ പേശികളുടെ ശക്തി കുറഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും, അത് ഹാർട്ട് ഫെയിലിയർ എന്നുള്ളൊരു സംഗതിയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു പീരീഡിൽ ചില ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് 1% താഴെ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സഡൻ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ചിലർക്ക് അതിൻ്റെ ഒരു ഏർലിയസ്റ്റ് സൂചന എന്ന നിലയ്ക്ക് ബോധക്കേടോ പലതരം നെഞ്ചിടിപ്പോ ഒക്കെ ഫീൽ ചെയ്യാം. അങ്ങനെയുള്ള രോഗികളെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈവൻ വിതൗട്ട് അതായത് ഇതിനു മുമ്പ് തലകറക്കമോ ബോധക്കേടോ ഇല്ലെങ്കിൽ പോലും ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു 30% താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ സഡൻ ഡെത്തിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സഡൻ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോഫിസിയോളജി പ്രൊസീജിയേഴ്സ് ഇപ്പോൾ പലതും അവൈലബിൾ ആണ്. ചിലത് അബ്ലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി ഇടുപ്പ് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റും. ചിലപ്പോൾ പേസ് മേക്കർ പോലുള്ള ICD യന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സഡൻ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പല കേസിലും മരുന്നുകൾ കൊണ്ട് തന്നെ ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ പോപ്പുലേഷൻ. ഇതുപോലെ തന്നെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ മറ്റു രോഗികൾ, വാൽവ് സർജറിയോ ജന്മനാ ഉള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങളുടെ സർജറി കഴിഞ്ഞവർക്കോ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന മറ്റു പല അസുഖങ്ങൾ കാരണമോ ഒക്കെ സഡൻ ഡെത്തിൻ്റെ റിസ്ക് ഉണ്ട്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ചികിത്സിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ മറ്റൊരു ഗ്രൂപ്പാണ് ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാമിലിയിൽ പലരും നേരത്തെ സഡൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ളവർ. ഇതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ഹാർട്ട് അറ്റാക്ക് മൂലം ഫാമിലിയിൽ പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ബൈപ്പാസോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ആൻജിയോപ്ലാസ്റ്റി ഉണ്ടാവുകയും ചിലരിൽ കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി. അവരിൽ കൂടുതലും ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് കാരണമാണ് ഈ സഡൻ ഡെത്ത് ഉണ്ടാവുന്നത്. മറ്റൊരു ഗ്രൂപ്പ് യാതൊരു കാരണവും കൂടാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ട ഫാമിലിയിൽ അങ്ങനെ കുറേ അംഗങ്ങളുള്ള ഫാമിലീസ് ഉണ്ട്. അവർക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന അസുഖങ്ങൾ കാരണം സഡൻ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പേഷ്യൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള പ്രത്യേക ജനറ്റിക് ടെസ്റ്റ്, MRI ടെസ്റ്റ്, പിന്നെ ഇലക്ട്രോഫിസിയോളജി പ്രൊസീജിയേഴ്സ് വഴി സഡൻ ഡെത്തിൻ്റെ റിസ്ക് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതൊരു വിഭാഗം പെട്ടെന്ന് കുഴഞ്ഞു വീണ് വരുന്ന രോഗികളാണ്. ഈ കുഴഞ്ഞു വീഴുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പലർക്കും തുടക്കത്തിൽ മനസ്സിലാവുകയില്ല. ഇനീഷ്യൽ സെറ്റിങ്സിൽ ഹാർട്ടിൻ്റെ
ഇവാലുവേഷൻ ECG, എക്കോ, ഈവൻ MRI സ്കാൻ പോലും നോർമൽ ആയിരിക്കാം. പലപ്പോഴും ഇവരൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടായിരിക്കാം വരുന്നത്. കുഴഞ്ഞു വീണത് വേറെ എന്തെങ്കിലും അസുഖം കാരണമാണോ, സ്ട്രോക്കാണോ, അപസ്മാരമാണോ? അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഒരു ഏറിയ പങ്കും ഈ കുഴഞ്ഞു വീഴാനുള്ള കാരണം ഹാർട്ടിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഈ പറഞ്ഞതുപോലെ പലതരം ഡിവൈസസ് ഉണ്ട്, മരുന്നുകളുണ്ട്. ഇതെല്ലാം വെച്ച് സഡൻ ഡെത്ത് ഏറെക്കുറെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സഡൻ ഡെത്ത് നമ്മൾ ഈവൻ പ്രഡിക്റ്റബിൾ അല്ല എങ്കിൽ പോലും, പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും, നേരത്തെ മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള പല ചികിത്സാ രീതികളും ഇന്ന് അവൈലബിൾ ആണ്.